ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുറി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനേ, കർത്താവേ നിങ്ങളുടെ ആശ്രയത്തോടെ മരിച്ച് നിങ്ങളുടെ പാർക്കുന്ന നിങ്ങളുടെ മനുഷ്യരെ ആശ്വസിച്ച് പുണ്യപ്പെടുത്തേണമേ. പിതാവിന്റെയും സാഹിന്റെയും യാക്കോബിന്റെയും മടിയിലവരെ പാർപ്പിക്കണമേ. ഒന്നും ഒരുവാനിക്കുന്നവനും മരിച്ചവരെ അനുഭവമാക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വസിക്കുമാറാണമേ. ആമീൻ. മോറാനേശും ശിഹാ ഉണ്ടാകണമേ. താവേ മാനുവാനായി കരുണയുള്ള ദൈവമേ നിന്റെ വാതിലോടെ പേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നോട് നിൽക്കുന്നവരുടെ ആവശ്യം നീ മുടക്കുന്നത്. ദൈവമേ ബലഹീനരായ ഞങ്ങളുടെ സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ പേക്ഷയുടെ സ്വരം കേട്ട് കരുണയുണ്ടായി നൽകണമേ. ആമീൻ. കർത്താവേ കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം പൊറുതിയായ ചരണമേ. നിൻ അറിയുന്നലും അനുഗ്രഹവും അക്രമോണർവിൽ ചെയ്യാതെ കാക്കണമേ നാഥ കൃപയാൽ. നിദ്രേ ഞാൻ പാപം ചെയ്യിൽ നിൻ കൃപമോചനമരുളണമേ. സ്വച്ഛന്തമുറങ്ങും നേരം ദുശ്ചിന്തകൾ ദുഷ്ടന്മാരും എന്നെ വന്ന് ഭരിക്കായ്വാൻ ഈ രാവിൽ കാക്കണമെന്നേ. എന്നെ ഞാൻ രക്ഷിച്ചതിനാ
ആശ്വാസത്തോടുറങ്ങുമെനിക്കാവുക നിന്റെ കങ്കാവിൽ ഈ നൻ സദൃശമതാം സൃഷ്ടി കേൾക്കണമേ നീ സ്വാതന്ത്ര്യം. മെയ്യുതുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി ആകണമേ നൽ ധൂപം പോലെന്റെ ഉറക്കം തിരുമുൻപിൽ. നിൻ വാക്കന്നിൽ നിവർത്തിക്കാൻ നിൻ കുരിശന്മീർ കാത്തിടുക. എന്നെ താങ്ങിയ നിന്നൻപാൽ നിന്നെ ഉണർവിൽ സ്തുതി ചെയ്യുവാൻ. വെളിവാമിശികാരക്ഷക നീ വെളിവിൽ തന്നെ നിൻവാസം. വെളിവിൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നിച്ചിടുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം അതായിരം ആയിരമായി അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെന്നും. ത്രിത്വൈകത്വമേകത്വം ത്രിത്വമായി സ്ഥിതി ചെയ്യും പിതൃസുത പരിശുദ്ധാത്മാവാം സത്യേകപരനായ സ്തോത്രം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും നിന്റെ ശരണത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് സ്വർഗീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ദാസന്മാരും ആരാധകരുമാരെ നീ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും എന്നേക്ക് ഞങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനും വേണ്ടി പരിപാലിക്കുന്നതിനുമായ മിശിഹാതമ്പുരാനെ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും നീക്ക് അർപ്പിക്കും. മോറൻ അതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കിരണമേ. ഭാഗ്യമോർ തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ മായ്ക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ ബലിയായ ആദാമിന്റെ സകല മക്കളെയും പുണ്യമാക്കുകയും ചെയ്ത ഉത്തമനായ കർത്താവിനെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. അവന് തന്റെ ദാസരുടെ ഓർമ്മ കഴിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആശ്വാസം മുഴുവനും ശ്രീ ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്ന ഭാഗ്യമോ ഭാഗ്യമോർ മരിച്ചവരെ ജയിപ്പിക്കുന്നവരും കപടപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരുമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ നിന്റെ ദാസരുടെ ആത്മാക്കളെ നീ കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ സ്നേഹിതന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുകൂടെയും നിന്റെ തിരുവിഷ്ടം പ്രവർത്തിച്ച് നിന്നെ കുറിച്ചുള്ള പ്രത്യാശകൾ നിദ്ര പ്രാപിച്ച സകല വിശ്വാസികളോടും കൂടെയും നിന്റെ പിതാവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ ഈ നിന്റെ ദാസരെ വസിപ്പിക്കണമേ. ഈ ദാസരെ ഉയർത്തിപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണ ചൊരിയണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കും. ദൈവത്തിന്റെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. രക്ഷകനെ നിൻഗാത്രത്തെ ഭക്ഷിച്ചും നിൻ മരമതിനൊയരെ കർത്താവേ കരുണ നിറഞ്ഞവനേ Amen.
ആശീർവാദത്തോടുകൂടി നമ്മുടെ സ്മൃതി ദിനത്തിന് സമാപനം കുറിക്കുകയാണ്. 2 സ്റ്റെപ്പിന്റെ അവിടെ 2 വൈദികർ നിന്ന് നിങ്ങൾക്ക് സ്ലീവ ചുംബിച്ച് നിങ്ങൾക്ക് കയറി പോകാവുന്നതാണ്. മുകളിൽ ചെല്ലുമ്പോൾ അവിടെ നേർച്ച ക്രമീകരിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയമുള്ളവരെ അനുസ്മരിക്കുവാനായിട്ട് കടന്നു വന്നതിൽ അവരുടെ പാവനമായിരിക്കുന്ന ഇടം ഒരുക്കി തിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി. പ്രത്യേകിച്ചും നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സെമിത്തേരി റിനോവേറ്റ് ചെയ്തത്. അതിനുശേഷം ഒരു വർഷക്കാലം മാക്സിമം ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. കാരണം മരിച്ചുപോയവരുടെ പാവന സ്മരണ നാം അവരോട് കാണിക്കുന്ന ആദരവ് ആ തരത്തിലൊക്കെയാണ്. ഒരുപാട് അലങ്കരിക്കുന്നതിലല്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അലങ്കാരം ചെയ്യുന്നതല്ല, അവരെ ഏറ്റവും ഭംഗിയാക്കി നമ്മളിടുക എന്നുള്ളതാണ്. ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഒത്തിരി പേര് പ്രിയമുള്ളവരുടെ ദിവസങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കണം, അതാണ് നമ്മുടെ കടമയാണ്. എന്നാൽ മിക്കവാറും എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും വന്ന് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ വന്ന് മരിച്ചതിന് ശേഷം എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. ചക്കരശ്ശേരിയിൽ അന്നമ്മ ജേക്കബിന്റെ അവരെങ്കിൽ എല്ലാ ദിവസവും മക്കൾ വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രത്യേക അവരുടെ ഒരു സമർപ്പണമായിട്ട് തോന്നി. അത്രയും ആയില്ലെങ്കിലും മരിച്ചവരോടുണ്ടെന്നും അവരുടെ ആത്മാക്കൾ നമ്മളോടുകൂടിയാണെന്നുള്ള ചിന്തയെങ്കിലും നമുക്ക് ഉണ്ടാവട്ടെ. പ്രത്യേകിച്ചും ഈ സ്മൃതി ദിനത്തിൽ ഇവിടെ മരിച്ചവരെല്ലാവരെയും ഓർക്കാനും നമ്മൾ ഒരു നാൾ ഇവിടെ വന്ന് ചേരേണ്ടവരാണെന്ന് ഓർക്കാനും ഇടയാവട്ടെ. നമുക്ക് സമാപന ആശീർവാദത്തിനായിട്ട് ശിരസ്സുകളെ വണങ്ങാം. അതിനുശേഷം നമ്മുടെ കത്തീഡ്രൽ സ്ക്വയറിലുള്ള പ്രോഗ്രാമിൽ പങ്കുചേരുവാനും എല്ലാവരെയും ക്ഷണിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. ആത്മീയമായി പ്രാർത്ഥന സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും ദൈവമാർത്താവ് അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ മരിച്ചവരെയും വെളിപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ബലഹീനവും കുറ്റമുള്ള പ്രാർത്ഥനകൾ സിംഹാസനം കേൾക്കപ്പെട്ട് എങ്ങനെ എടുത്തിരിക്കണമേ. അപൂർവ